നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചൂളം വിളിച്ച് അങ്കമാലി ശബരി റെയിൽ പാത 27 വർഷമായി അനിശ്ചിതത്വത്തിലായ പദ്ധതിക്ക് ജീവൻ വയ്ക്കുന്നു. ജൂലൈയിൽ റെയിൽവേ വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ചേക്കും. ആശാവർക്കർമാർ നയിക്കുന്ന രാപ്പകൽ സമരയാത്ര കോട്ടയത്ത് വലിയ സ്വീകരണം. ആശാവർക്കർമാരുടെ സമരം ചരിത്രത്തിലെ തന്നെ വലിയ പോരാട്ടമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ.സി. ജോസഫ്. നാളെ പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തിന് 5 പദ്ധതികളുമായി കർഷക സംഘടനയായ ഇൻഫാം വിവിധ കാർഷിക ജില്ലകളിലേക്കുള്ള തൈകൾ വിതരണം ചെയ്തു. പി.വി. അൻവറിന് പരസ്യ പിന്തുണയുമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി. താൻ പാർട്ടി മാറുമെന്ന വാർത്ത തെറ്റെന്ന് സജി മഞ്ഞക്കടമ്പിൽ. വാർത്തകൾ വിശദമായി. അങ്കമാലി ശബരി റെയിൽപാത നടപ്പാക്കാൻ റെയിൽവേ അനുമതി നൽകിയതോടെ 27 വർഷമായി തുടരുന്ന അനിശ്ചിതത്വത്തിന് വിരാമമാകുന്നു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ശബരിപാത. അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമെടുത്തതോടെ കോട്ടയം ജില്ല കടുത്ത പ്രതീക്ഷയിലാണ്. 1997-98 വർഷത്തെ കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റിലാണ് ശബരി റെയിൽപാത സംബന്ധിച്ച് ആദ്യമായി പ്രഖ്യാപനമുണ്ടായത്. അങ്കമാലി ശബരി റെയിൽപാത 111 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് വിഭാവനം ചെയ്തത്. കാലടി മുതൽ രാമപുരം വരെയുള്ള 70 കിലോമീറ്റർ ദൂരത്തിലെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ സർവേ നടത്തുകയും ചെയ്തു. കാലടി വരെ 8 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ ലൈൻ നിർമ്മിച്ചെങ്കിലും പിന്നീട് പദ്ധതി മുന്നോട്ട് നീങ്ങിയില്ല. ഇപ്പോൾ പാത നടപ്പാക്കാൻ റെയിൽവേ അനുമതിയായതോടെ 27 വർഷമായി തുടരുന്ന അനിശ്ചിതത്വത്തിനാണ് വിരാമമാകുന്നത്. റെയിൽവേ വിദഗ്ധ സംഘം ജൂലൈയിൽ സ്ഥലം സന്ദർശിക്കുമെന്ന സൂചന ലഭിച്ചതോടെ മലയോര ജനത ആഹ്ലാദത്തിലാണ്. നിലവിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ലെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി 416 ഹെക്ടർ ഭൂമിയാണ് ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടത്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഈ പ്രൊജക്ടിന്റെ ചെലവ് 3810 കോടി രൂപയാണ്. ഇതുവരെ 264 കോടി രൂപ പദ്ധതിക്കായി ചെലവഴിച്ചു. അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് രാമപുരം റെയിൽവേ സ്റ്റേഷൻ വരെ 72 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 2125 കുടുംബങ്ങളുടെ ഭൂമിയിലാണ് ശബരി റെയിൽ പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പും റെയിൽവേയും ചേർന്ന് കല്ലിട്ട് തിരിച്ചിരിക്കുന്നത്. ശബരി പാതയുടെ പദ്ധതി ചെലവ് 1997-ൽ 540 കോടി രൂപയായിരുന്നത് നിർമ്മാണം നീണ്ടതോടെ 2017-ൽ 2815 കോടി രൂപയായി. ഈ പ്രോജക്ടിന്റെ ചെലവാണ് ഇപ്പോൾ 3810 കോടി രൂപയിൽ എത്തി നിൽക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനും പദ്ധതിയുടെ ചെലവ് പങ്കിടുന്ന കാര്യത്തിലും തീരുമാനം വൈകിയതോടെ 2019-ൽ റെയിൽവേ പദ്ധതി മരവിപ്പിച്ചു. അങ്കമാലി മുതൽ കാലടി വരെ 7 കിലോമീറ്റർ പാത നിർമ്മിച്ചത് മാത്രമാണ് ബാക്കി. 2021-ൽ കിഫ്ബി വഴി പദ്ധതി നടപ്പാക്കാൻ കേരളം കത്ത് നൽകിയെങ്കിലും എസ്റ്റിമേറ്റ് പുതുക്കാനാണ് റെയിൽവേ ആവശ്യപ്പെട്ടത്. ശബരിമലയുടെ കവാടമായ എരുമേലിയിലേക്ക് റെയിൽപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമായാൽ എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ മലയോര മേഖലകളിൽ വികസനത്തിന്റെ പുതുവെളിച്ചമെത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. റെയിൽവേ കടന്നു ചെന്നിട്ടില്ലാത്ത കേരളത്തിന്റെ മലയോര മേഖലകളിൽ 14 റെയിൽവേ സ്റ്റേഷനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ഇടുക്കി ജില്ല നിർദ്ദിഷ്ട ശബരി വിമാനത്താവളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും റെയിൽവേ കണക്ടിവിറ്റി ലഭിക്കും. രാമപുരം മുതൽ എരുമേലി സ്റ്റേഷൻ വരെ ഏരിയൽ സർവേ മാത്രമേ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി റോഡ്, എരുമേലി എന്നീ സ്റ്റേഷനുകളാണ് നിർദ്ദിഷ്ട പാതയിലുള്ളത്. 111 കിലോമീറ്റർ നീളമുള്ള പാതയിൽ 7 കിലോമീറ്റർ ട്രാക്കും കാലടി സ്റ്റേഷനും പെരിയാറിന് കുറുകെ 1 കിലോമീറ്റർ പാലവും ഇതുവരെ പണിതിട്ടുണ്ട്. പദ്ധതിക്കായി ആകെ വേണ്ട 303.58 ഹെക്ടറിൽ ഇതുവരെ 24.40 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലമേറ്റെടുപ്പ് ജൂലൈയിൽ ആരംഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ആശാവർക്കർമാർ നയിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. യാത്ര കോട്ടയത്തെത്തിയപ്പോൾ ആശാപ്രവർത്തകർ ആകാശവിളക്ക് പറത്തി. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി M.A. ബിന്ദു ക്യാപ്റ്റനായ യാത്രയെയാണ് പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സ്വീകരിച്ചത്. ഭരണകൂട സമ്മർദ്ദങ്ങളെ അതിജീവിച്ച സമരമാണ് ആശാവർക്കർമാരുടേതെന്ന് കോട്ടയത്ത് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ് രാഷ്ട്രീയ സമിതി അംഗം കെ.സി. ജോസഫ് പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ ആശാ വർക്കേഴ്സിനെ ഒരു ദിവസം പോലും ചോദിക്കാൻ സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ആരോടാണ് ഈ വാശി കാണിക്കുന്നത്? ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? കവി പാടിയിട്ടുണ്ട്, പരാക്രമം സ്ത്രീകളോടല്ലേ വേണ്ടു എന്ന്.
സംഘടിതമായ ഒരു പ്രസ്ഥാനം, മാർക്സിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ മുന്നണി, കേരളത്തിലെ ഗവൺമെന്റ് ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ആരെയാണ് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഈ സാധാരണ വീട്ടമ്മമാരെയാണോ? സമരയാത്ര സ്വാഗത സംഘം വൈസ് ചെയർമാൻ സണ്ണി കപ്പിക്കാട് അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ MA ബിന്ദു, വൈസ് ചെയർമാൻ S മിനി, മോൻസ് ജോസഫ് MLA, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 30 ദിവസം പിന്നിട്ട് കോട്ടയത്ത് എത്തിയ രാപ്പകൽ സമരയാത്രയിൽ സമര നേതാക്കളുടെ നേതൃത്വത്തിൽ ആകാശ വിളക്കുകൾ തെളിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പരിസ്ഥിതി സംരക്ഷണത്തിന് 5 പദ്ധതികളുമായി കർഷക സംഘടനയായ ഇൻഫാം പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യവെയാണ് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ 5 കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിന് ഇൻഫാം കുടുംബങ്ങൾക്ക് 5 പദ്ധതികൾ ആവിഷ്കരിച്ചതായി ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. ഇൻഫാം പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ണിന്റെ pH ക്രമീകരിക്കാൻ ഡോളോമൈറ്റ് വിതരണം, കാർബണിന്റെ അളവ് കുറയ്ക്കുന്നതിനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വൃക്ഷോത്സവ് 2025, ആഗോള താപത്തിനെതിരെ വിളക്ക് അണയ്ക്കൂ വിശ്വം കാക്കൂ പരിപാടി, ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കുള്ള തൈ വിതരണം, ഇൻഫാം സംഘടനാംഗങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട 5R പ്രിൻസിപ്പിൾസ് ആയ റീതിങ്ക്, റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവയാണ് ഈ വർഷം നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മളെപ്പോലുള്ള ഒരു കാർഷിക മേഖലയിൽ ശക്തമായി നിൽക്കുന്ന ഒരു സംഘടന പരിസ്ഥിതി ദിനം എന്തിന് ആഘോഷിക്കുന്നു എന്നറിയണമെങ്കിൽ എന്താണ് പരിസ്ഥിതി എന്ന് നമ്മൾ അറിയണം. പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിത പശ്ചാത്തലമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന അവസ്ഥ, ഈ സാഹചര്യമാണ്. ഇതിലെ പഞ്ചഭൂതങ്ങളും ഈ പരിസ്ഥിതിയിൽ പറ്റും. മണ്ണ്, ജലം, വായു, അഗ്നി, സ്പേസ് അല്ലെങ്കിൽ ആകാശം അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറഞ്ഞു. ഈ പഞ്ചമൂലകങ്ങൾക്കും ഈ 5 മൂലകങ്ങൾക്കും വ്യതിയാനം വരാതെ, അത് മലിനീകരിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇൻഫാം വിവിധ കാർഷിക ജില്ലകളിലേക്കും കാർഷിക താലൂക്കുകളിലേക്കുമായി വിതരണം ചെയ്യുന്ന കറിവേപ്പ്, നെല്ലി, നാരകം, കോവൽ, സീതപ്പഴം, മാവ് എന്നിവയുടെ തൈകളുമായി പോകുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ നിർവഹിച്ചു. യോഗത്തിൽ തൈകൾ സ്പോൺസർ ചെയ്ത ഇൻഫാം തമിഴ്നാട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഇൻഫാം പരിസ്ഥിതി പരിപാലൻ പുരസ്കാർ നൽകി ആദരിച്ചു. ഇൻഫാം ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ, കേരള സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ, സംസ്ഥാന പ്രസിഡന്റ് ജോസ് ഇടപ്പാട്ട്, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ PV മാത്യു പ്ലാത്തറ, പാലാ കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ ജോസ് തറപ്പേൽ, ദേശീയ എക്സിക്യൂട്ടീവ് അംഗം മാത്യു മാമ്പറമ്പിൽ, കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ ആനി ജോൺ SH, പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇൻഫാം ദേശീയ എക്സിക്യൂട്ടീവിന്റെ കീഴിൽ ഇൻഫാം കേരള സംസ്ഥാനവും തമിഴ്നാട് സംസ്ഥാനവും ഒത്തുചേർന്ന് 1,30,000 പരം തൈകളാണ് സംസ്ഥാനത്തെ ഇൻഫാം കർഷക കുടുംബങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. കൂടാതെ മണ്ണിന്റെ pH ക്രമീകരിക്കുന്നതിനായി 2 ലക്ഷം കിലോ ഡോളോമൈറ്റും സൗജന്യമായി വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ദിനത്തിൽ ഇൻഫാമിന്റെ എല്ലാ കാർഷിക ഗ്രാമങ്ങളിലെയും കുടുംബങ്ങളിൽ തൈകൾ നടും. രാത്രി 7 മുതൽ 7:10 വരെ ആഗോള താപനത്തിനെതിരെ വിളക്ക് അണയ്ക്കൂ വിശ്വം കാക്കൂ എന്ന ആഹ്വാനത്തോടെ ഇൻഫാം അംഗങ്ങൾ വിളക്കുകൾ അണച്ച് പങ്കുചേരും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. PV അൻവറിനെ പിന്തുണച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിനെ പിന്തുണയുമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. PV അൻവറിനൊപ്പം ശക്തമായി നിലകൊള്ളുമെന്ന് സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് പറഞ്ഞു. താൻ പാർട്ടി മാറുമെന്ന വാർത്ത ശരിയല്ല. UDF-ലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നതായും PV അൻവർ ഇല്ലാതെ UDF-ലേക്ക് പോകുകയില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നെ ബന്ധപ്പെട്ടു, എന്നോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയും സമാധാനമായിട്ട് കയറുമെന്ന് പറഞ്ഞപ്പോഴും ശ്രീ PV അൻവർ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ന്യായമാണ്. അദ്ദേഹത്തിന് സീറ്റ് അങ്ങ് കൊടുത്തിട്ട് ഒരു സീറ്റ് കൊടുക്കുകയല്ല, അദ്ദേഹത്തിന് ഒരു സീറ്റ് കൂടെ വേണം, അല്ലെ 2 സീറ്റ് കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പം അസോസിയേറ്റ് കക്ഷി ആക്കിയുമില്ല. അതിനുശേഷം എന്താ സംഭവിച്ചത്? അദ്ദേഹം സ്ഥാനാർത്ഥിയെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അദ്ദേഹം പുറത്തു നിൽക്കുന്നതാണ് പറഞ്ഞു. അതിന്റെ പേരിലാണ് അദ്ദേഹം വലിയ സ്ഥാനാർത്ഥിയെ എതിരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അവസാനം മുന്നണിയിലേക്ക് കയറുന്നില്ല എന്ന് തീരുമാനിച്ചു. അവിടെ അദ്ദേഹം മത്സരിക്കുന്നു. ഇതിനിടയിൽ ഞാൻ പറയുന്നു, എനിക്ക് UDF-ലേക്ക് തന്നെ നിൽക്കാൻ എന്നെ നിരവധി നേതാക്കന്മാർ ക്ഷണിച്ചു. നേതാക്കളെയൊക്കെ കാണാൻ പറഞ്ഞു. ഞാൻ വരില്ല. ഞാൻ പറഞ്ഞു PV അൻവർ ഒത്ത് വേണമെങ്കിൽ ചർച്ചയ്ക്ക് വരാം.
അല്ലാതെ ചർച്ചയ്ക്ക് വരുന്ന വിഷയമില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റബ്ബർ വിപണിക്ക് പുത്തൻ ഉണർവ് നൽകി റബ്ബർ വില മുന്നോട്ട്. റബ്ബറിന് കിലോയ്ക്ക് 200 രൂപയും ലാറ്റക്സിന് 215 രൂപയും വില ലഭിക്കാൻ തുടങ്ങിയതോടെ റബ്ബർ ടാപ്പിംഗും ഊർജിതമായി. കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകി റബ്ബർ വില ഉയർന്നു. റബ്ബർ വില 200 രൂപയും ലാറ്റക്സിന് 215 രൂപയുമാണ്. കാലവർഷം മുന്നിൽ കണ്ട് റെയിൻ ഗാർഡ് ഘടിപ്പിച്ചുള്ള ടാപ്പിംഗ് ഇതോടെ വർദ്ധിച്ചു. 40% വർധനവുണ്ടായെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. നേരത്തെ റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള റബ്ബർ ഉൽപാദക സംഘം വഴിയാണ് റെയിൻ ഗാർഡിനുള്ള പ്ലാസ്റ്റിക്, ചിരട്ട, ചില്ല്, കമ്പി എന്നിവ നൽകിയിരുന്നത്. റെയിൻ ഗാർഡ് ഘടിപ്പിച്ചതിന്റെ ചെലവ് കർഷകരുടെ അക്കൗണ്ടിൽ എത്തുന്ന സബ്സിഡി സംവിധാനമായതോടെ മാസങ്ങളായി ടാപ്പിംഗ് ചെയ്യാതിരുന്നവർ ടാപ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. മാസങ്ങളായി ഉയർന്നു നിന്ന അന്താരാഷ്ട്ര വില മറികടന്ന് ആഭ്യന്തര വില ഉയർന്നത് ഏറെക്കാലത്തിന് ശേഷമാണ്. നേരത്തെ 30 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ഷീറ്റിലും 20 രൂപയുടെ ഉയർന്ന വില ലഭിച്ചതോടെ കർഷകർക്ക് ലാറ്റക്സിനോടാണ് കൂടുതൽ താൽപര്യം. ഏറെക്കാലത്തിന് ശേഷമാണ് ഷീറ്റ്, ലാറ്റക്സ് എന്നിവയുടെ വിലയിൽ വർധന ഉണ്ടായിട്ടുള്ളത്. ഒരു മരത്തിന് റെയിൻ ഗാർഡ് ഘടിപ്പിക്കുന്നതിന് 40 മുതൽ 50 രൂപ വരെയാണ് ചെലവ്. നികുതിരഹിതമായി കോമ്പൗണ്ട് റബ്ബറും മറ്റും ഇറക്കുമതി ചെയ്യുന്നതിന് കേന്ദ്രം തടയിട്ടതോടെ ആഭ്യന്തര റബ്ബർ വാങ്ങാൻ വ്യവസായികൾ നിർബന്ധിതരായി. പരിസ്ഥിതി സൗഹൃദ റബ്ബർ കയറ്റുമതി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് ഇന്ത്യൻ റബ്ബറിന് ഗുണകരമായതും ആഭ്യന്തര വില ഉയർത്താൻ സഹായകരമായി. സ്റ്റോക്ക് കുറഞ്ഞതോടെ 200 രൂപയ്ക്ക് മുകളിൽ റബ്ബർ വാങ്ങാൻ വ്യവസായികൾ നിർബന്ധിതരായി. ഡിമാൻഡ് തുടർന്നാൽ ഈ മാസം 225 മുതൽ 250 രൂപ വരെ വില ഉയർന്നേക്കുമെന്നാണ് വിപണി നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മുടിയൂർക്കര ഗവൺമെന്റ് സ്കൂളിൽ ഈ വർഷത്തെ അധ്യയനത്തിനായി മറുനാട്ടിൽ നിന്നൊരു പെൺകുട്ടി, അഫ്ഗാൻ സ്വദേശിനി ബഹ്സയാണ് 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. കേരളത്തെ മലയാളികളെയും ഏറെ ഇഷ്ടപ്പെട്ട മുഹമ്മദ് ഫാഹിം 6 വയസ്സുകാരിയായ മകളെ മുടിയൂർക്കര ഗവൺമെന്റ് LP സ്കൂളിലാണ് 1ാം ക്ലാസ്സിൽ ചേർത്തത്. 2021 അഫ്ഗാനിസ്ഥാനിലെ കാബൂളുകാരനായ മുഹമ്മദ് PG പഠനത്തിനായി കേരളത്തിൽ എത്തിയത്. പിതാവ് മുഹമ്മദ് ഹാഫിം, അമ്മ ഇലാഹി സഹീർ, അനിയത്തി 1 വയസ്സുകാരി ബഹർ കരീമി എന്നിവരുമൊത്താണ് ബഹ്സ സ്കൂളിലെത്തിയത്. ബഹിസ കരീമിയെ സ്കൂൾ ഹെഡ് മിസ്ട്രസും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു. മലയാളം കുറച്ച് അറിയാവുന്ന ബഹ്സയ്ക്ക് ഇവിടുത്തെ സ്കൂളും വളരെയധികം ഇഷ്ടമായി. എന്റെ പേര് ബഹ്സ കരീമി. Can you count the numbers in Malayalam? 1, 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. How do you feel studying in Kerala with the Malayalis? Are you happy? Yes. പ്രധാന അധ്യാപിക സിന്ധു കെ കുട്ടിക്ക് പുസ്തകം നൽകി സ്വീകരിച്ചു. വാർഡ് കൗൺസിലർ സാബു തോമസ് ഷാൾ അണിയിച്ചു. കേരളത്തെയും മലയാളികളെയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് മകളെ മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കുന്നതെന്ന് മുഹമ്മദ് പറഞ്ഞു. I am father of Bihsa Karimi. I came here in year 2021 for master's degree. I finished my master's degree and now I am doing a PhD in management studies in Mahatma Gandhi University, Kottayam. I am very happy from the welcoming attitude of Kerala people. I really appreciate the welcoming of this school. I am really happy and we all family appreciate the attitude of Kerala people. Thank you. ഇപ്പോൾ മാനേജ്മെന്റ് സ്റ്റഡീസിലാണ് മുഹമ്മദ് ഗവേഷണം നടത്തുന്നത്. ഗാന്ധിനഗറിലെ ഹൗസിംഗ് കോളനിയിലാണ് ബഹ്സയുടെ കുടുംബം താമസിക്കുന്നത്. ബഹ്സയുടെ വരവ് സ്കൂളിന് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതായി അധ്യാപിക പറയുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ മറ്റു സ്കൂളിനെ തേടി പോകുമ്പോൾ ഈ ഒരു ഗവൺമെൻറ് സ്കൂളിൽ അവർ നമ്മുടെ മികവ് കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. അവർ നമ്മുടെ സ്കൂളിനെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ച് ഈ സ്കൂളിലെ മികവുകൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ ഭൗതിക സൗകര്യങ്ങളെല്ലാം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവരിവിടെ വന്ന് ചേർന്നത്. ഞങ്ങൾക്കത് വളരെ അഭിമാനകരമായ ഒരു ദിനമാണിന്ന്. മറ്റ് വിദേശ രാജ്യത്തു നിന്നൊരു കുട്ടി നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എന്തായാലും നമുക്ക് വളരെ സന്തോഷകരമായുള്ളൊരു സംഭവം. നവാഗതയുടെ പ്രവേശനം സ്കൂളിന് ആഘോഷമായി മാറി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ദിവ്യാംഗരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സക്ഷമ മുത്തൂറ്റ് ഫിനാൻസ് CSR പദ്ധതിയുമായി സഹകരിച്ച് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് മുണ്ടയ്ക്കൽക്കാവിൽ ഭിന്നശേഷിക്കാരിക്ക് വീട് നിർമ്മിച്ചു നൽകി. സക്ഷമ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബാലചന്ദ്രൻ മന്നത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സക്ഷമ ചങ്ങനാശ്ശേരി താലൂക്ക് പ്രസിഡന്റ് B. സതീഷ് അധ്യക്ഷനായി. മുത്തൂറ്റ് M. ജോർജ് ഫൗണ്ടേഷൻ റീജിയണൽ മാനേജർ തോമസ് V. കുരുവിള താക്കോൽ കൈമാറി. കോട്ടയം ജില്ലാ സെക്രട്ടറി PR സജീവ്, രാജൻ ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. പാലാ അൽഫോൻസ കോളേജിൽ ടോപ്പേഴ്സ് ഡേ ആഘോഷിച്ചു. ഡിഗ്രി പരീക്ഷാ തലത്തിൽ 29 റാങ്കുകളാണ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നേടിയെടുത്തത്. പാലാ അൽഫോൻസ കോളേജിൽ ടോപ്പേഴ്സ് ഡേ പ്രോഗ്രാം നടന്നു. MG യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫലം പ്രഖ്യാപിച്ചപ്പോൾ തിളങ്ങുന്ന വിജയം സ്വന്തമാക്കി പാലാ അൽഫോൻസ കോളേജ്. യൂണിവേഴ്സിറ്റി തലത്തിൽ 29 റാങ്കുകളും 41 A ഗ്രേഡുകളും 1 S ഗ്രേഡും 51 A+ ഗ്രേഡുകളും നേടി. വർഷങ്ങളായി MG യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ റാങ്കുകളും A+ കരസ്ഥമാക്കി വരുന്ന കോളേജിന്റെ അക്കാദമിക രംഗത്തെ അദ്വിതീയ സ്ഥാനത്തിന് അടിവരയിടുന്ന പ്രകടനമാണ് ഇത്തവണത്തെ പരീക്ഷാഫലം. റാങ്ക് ജേതാക്കളെ ആദരിക്കുന്ന ചടങ്ങിൽ നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ്, ഇൻഡയറക്ട് ടാക്സ് ആൻഡ് നാർക്കോട്ടിക്സിലെ മുൻ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ KN രാഘവൻ IRS മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും റാങ്ക് ജേതാക്കളെ അനുമോദിക്കുകയും ചെയ്തു. കോളേജ് മാനേജർ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ജോജി അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള, മിസ് മഞ്ജു ജോസ്, കോളേജ് ബർസാർ റോൺ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പാഠ്യേതര രംഗത്തും സജീവമായ കോളേജ് കേരളത്തിന്റെ കായിക ചരിത്രത്തിലും മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 2.25 കോടി രൂപയുടെ കേന്ദ്ര ഗവൺമെന്റ് ഗ്രാന്റുകളും സംസ്ഥാന സർവകലാശാലാതല അവാർഡുകൾ എന്നിവയും നേടിയെടുക്കാനും കോളേജിന് സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂളം വിളിച്ച് അങ്കമാലി ശബരി റെയിൽപാത 27 വർഷമായി അനിശ്ചിതത്വത്തിലായ പദ്ധതിക്ക് ജീവൻ വയ്ക്കുന്നു. ജൂലൈയിൽ റെയിൽവേ വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ചേക്കും. ആശാവർക്കർമാർ നയിക്കുന്ന രാപ്പകൽ സമരയാത്ര കോട്ടയത്ത് വലിയ സ്വീകരണം. ആശാവർക്കർമാരുടെ സമരം ചരിത്രത്തിലെ തന്നെ വലിയ പോരാട്ടമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്. നാളെ പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തിന് 5 പദ്ധതികളുമായി കർഷക സംഘടനയായ ഇൻഫാം വിവിധ കാർഷിക ജില്ലകളിലേക്കുള്ള തൈകൾ വിതരണം ചെയ്തു. PV അൻവറിന് പരസ്യ പിന്തുണയുമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി. താൻ പാർട്ടി മാറുമെന്ന വാർത്ത തെറ്റെന്ന് സജി മഞ്ഞക്കടമ്പിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.